വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനി വരുമ്പോഴും മധുശ്രീയും കാർത്തികയും തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ശാലിനിക്ക് ആ സംസാരം കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല, കുറച്ച് ദൂരെയായിട്ട്. അന്നേരം ഇവളും കാർത്തികയുമായിട്ട് എന്താ ഇടപാട് എന്ന് പറഞ്ഞ് സംസാരം അവിടെ നിന്ന് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് കുറച്ച് ദൂരെ ആയതിനാൽ അത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം മധുശ്രീ അങ്ങ് കാർത്തികയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അനുസരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ കാർത്തിക അത് വാദിച്ച് ജയിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്തിനാണ് അനുസരിക്കുക, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ്. അവസാനം മധുശ്രീ ആണെങ്കിൽ അവിടെ വേറൊരു അടവ് പ്രയോഗിക്കുകയാണ്. ഞാൻ പറയുന്നത് ഞാൻ നിന്നെയാണെങ്കിൽ ഒരു ഫ്രീ ബേഡായിട്ട് അങ്ങ് തുറന്നു വിടാം, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്തിന് ജയശങ്കർ പോലും നിന്നെ തിരക്കി വരില്ല, എന്തിന് ഹർഷം പോലും വരില്ല, അതിനേക്കാൾ വലിയൊരു ബുദ്ധിയുണ്ട് എന്ന് പറയുമ്പോൾ കാർത്തികനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് മധുശ്രീ പറയുന്നുണ്ട്, നിനക്ക് വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് തന്നെ അങ്ങ് തുടരാം. സത്യാമ്മയ്ക്കാണെങ്കിൽ നിന്നെ വലിയ ഇഷ്ടമാണല്ലോ, അളവത്ര സമ്പത്തൊക്കെ ഉണ്ട്. അപ്പോൾ വിഷ്ണുവിനെ പോലെ ഒരു പയ്യനെ നിനക്ക് കിട്ടുമല്ലോ, പിന്നെ നീ ആരെ പേടിച്ചാണ് ജീവിക്കേണ്ടത്, നിന്നെ ആരും അങ്ങോട്ട് തിരക്കി വരികയില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇതൊക്കെ കാർത്തിക കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ മധുശ്രീ അങ്ങ് ഒരുപാട് സംസാരിച്ച് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാർത്തികയെ അങ്ങനെ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് തുടരാൻ തന്നെ. അന്നേരം ശാലിനി ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തോ തർക്കം നടക്കുകയാണല്ലോ എന്നൊക്കെ ശാലിനി ചിന്തിക്കുന്നുണ്ട്. അന്നേരം അവസാനം സ്റ്റോപ്പ് ഇറ്റ് എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അന്നേരം ഹർഷന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്, ഹർഷനെ വിട്ടുള്ള ഒരു കളിയുമില്ല, എനിക്ക് ഹർഷൻ്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി, നീ പറയുന്നതൊന്നും നടക്കില്ല എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അന്നേരം മധുശ്രീക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഭീഷണി അവിടെ നടക്കില്ല എന്നുള്ളത്. തുടർന്ന് മധുശ്രീ വേറൊരു അടവ് പ്രയോഗിക്കുകയാണ്. നീ ആണെങ്കിൽ നിന്നെ ഹർഷനെ ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം, നിൻ്റെ പ്രണയത്തെ സംശയിച്ചതിന് റിയലി സോറി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിൻ്റെ ഹർഷനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ നോക്കാം, നിനക്കിപ്പോൾ ഹർഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണല്ലോ പറയുന്നത്, അതിന് ഞാനൊരു ബോണസ് തരാമെന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെയും ചോദിക്കുമ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എംബസിയിലുണ്ട്, നീ ഹർഷൻ്റെ ഫോട്ടോയും വിസയുടെ കോപ്പിയൊക്കെ സെൻഡ് ചെയ്തതാ, ഞാനൊന്ന് തപ്പി നോക്കട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ഹർഷൻ്റെ ഡീറ്റെയിൽസൊക്കെ മധുശ്രീക്ക് കാർത്തിക ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. തുടർന്ന് US എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ന്യൂയോർക്കിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാൻ തപ്പിയെടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം കാർത്തിക വീണ്ടും സംശയം ചോദിക്കുകയാണ്. മധുശ്രീ പറയുന്നുണ്ട് 14 ദിവസമൊന്നും വേണ്ട, അതിന് മുന്നേ എത്താൻ സാധിക്കുമെന്ന് പറയുമ്പോൾ കാർത്തിക തൻ്റെ സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാലം കൂടി ഇവിടെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ട് നിന്നാലല്ലേ നീ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ, അപ്പോൾ ഹർഷനെ നീ എന്തിനാണ് പെട്ടെന്ന് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം 14 ദിവസത്തെ ആവശ്യമൊന്നുമില്ല, ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരാഴ്ച, എന്തിനും 1 സെക്കൻഡ് മതി ഒരു പുരുഷൻ്റെ ഭാര്യയാണെന്ന് സ്ഥാപിക്കാനായിട്ട്. പക്ഷേ ഞാൻ നിന്നെ ഹർഷനെയും ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് നേട്ടം എനിക്കുണ്ടാകണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ഇടുന്നത് പോലെ നീ ചെയ്യുക തന്നെ വേണം, വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് നീ എല്ലാവർക്കും മുന്നിലും സ്ഥാപിച്ചെടുക്കുക തന്നെ വേണം എല്ലാ അർത്ഥത്തിലും. പിന്നെ ശാലിനിയും വിഷ്ണുവും തമ്മിൽ കാണാനുള്ള ഒരവസരവും നീ ഉണ്ടാക്കരുത്, ശാലിനിയുടെ പ്രണയത്തെ പൊളിച്ചെടുക്കുകയൊക്കെ തന്നെ വേണം. എങ്കിലേ ഞാനിവിടെ നിന്നെ ഹർഷനെയും ഒരുമിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്, അതൊക്കെ നിനക്ക് ഓർമ്മ വേണം, ഡീൽ എന്ന് പറഞ്ഞിട്ട് കാർത്തികയ്ക്ക് നേരെ ഇങ്ങനെ മധുശ്രീ കൈ നീട്ടുകയാണ്. അന്നേരം കാർത്തിക ഒരു നിമിഷം സംശയിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ഞാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കും, അതുപോലെ നീയും ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ കാർത്തിക മധുശ്രീക്ക് കൈ കൊടുക്കുന്നുണ്ട്. അന്നേരം ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്ന് പറഞ്ഞ് ശാലിനി ദൂരെ നിൽക്കുകയാണ്. ശാലിനി സംഭാഷണമൊന്നും കേൾക്കുന്നില്ല, ഇവരെ കാണാനും ശ്രദ്ധിക്കാനും മാത്രമേ ശാലിനിക്ക് കഴിയുന്നുള്ളൂ. തുടർന്ന് എന്നാൽ നീ വിട്ടോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കാർത്തിക അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ മധുശ്രീ ഒരു നേരായ ലക്ഷ്യത്തോടു കൂടിയല്ല, അവിടെ കാർത്തികയെ ചതിക്കാൻ തന്നെയാണ് മധുശ്രീയുടെ പ്ലാൻ. പക്ഷേ കാർത്തിക ഇത് മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടി തന്നെയാണ് ഹർഷൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ മധുശ്രീ വാങ്ങിക്കുന്നത്. അതൊക്കെ പിന്നീടുള്ള എപ്പിസോഡുകളിൽ ആ ഒരു കഥയൊക്കെ കാണിക്കും. തുടർന്ന് കാർത്തിക പോയ ശേഷം മധുശ്രീ ആണെങ്കിൽ കാർത്തിക അയച്ചു കൊടുത്ത ആ ഫോട്ടോ നോക്കുന്നുണ്ട്, കാണിക്കുന്നില്ല. അവളുടെ ഒരു ഹർഷൻ, എന്തായാലും നിൻ്റെ ഹർഷൻ ഈ ലോകം, ഈ രാജ്യം, ഈ നാട് എന്തായാലും കാണാനായിട്ട് പോകുന്നില്ല. അമേരിക്കയിൽ തന്നെ ഒരു ഷൂട്ടൗട്ടിൽ അവനങ്ങ് വെടിയേറ്റ് ചാവും, അവിടെയും മധുശ്രീക്ക് ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്നിങ്ങനെ മനസ്സിൽ ആ ഫോട്ടോ നോക്കി മധുശ്രീ പറയുകയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ശാലിനിയാണെങ്കിൽ കുറച്ചപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഓട്ടോയിൽ കാർത്തിക തിരിച്ചു പോകുമ്പോൾ ഡ്രൈവർ എങ്ങോട്ടാണ് പോയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മയുടെ വീട് അറിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്, കുഞ്ഞവിടത്തെ ആരാ എന്നിങ്ങനെ ഡ്രൈവർ ചോദിക്കുമ്പോൾ കാർത്തിക ആണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നുണ്ട് കാർത്തികയ്ക്ക് കൊടുത്ത വാക്ക്, ശാലിനിയെ പൊളിച്ചെടുക്കാനും വിഷ്ണുവിൻ്റെ ഭാര്യയാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഒരവസരവും നീ പാഴാക്കരുത് എന്ന്. അന്നേരം കുഞ്ഞവിടത്തെ ആരാണെന്നാണ് പറഞ്ഞതെന്ന് ഡ്രൈവർ വീണ്ടും ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ അവിടെ വിട്ടാൽ മതി എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അന്നേരം എന്നിട്ട് കാർത്തിക മനസ്സിൽ കരുതുന്നുണ്ട്, നിന്നെ ചതിക്കാനായിട്ട്
എനിക്ക് കഴിയുന്നില്ല ശാലിനി എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ കരുതുകയാണ്. പക്ഷെ അവിടെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ഓട്ടോക്കാരനോട് മധുശ്രീയുടെ കൂടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പറയാമായിരുന്നു ഞാൻ സത്യഭാമയുടെ മരുമകളാണ് എന്നുള്ളത്. പക്ഷെ കാർത്തിക അവിടെ അത് പറയുന്നില്ല. തുടർന്ന് മധുശ്രീയാണെങ്കിൽ തൻ്റെ കാറിനടുത്തേക്ക് വരുമ്പോൾ അവിടെ ശാലിനി നിൽക്കുന്ന കാണുകയാണ്. അന്നേരം കാർത്തിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇനി അപകടമായോ, ഇവളുടെ റഡാറിൽ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു കാണുമോ, കുഴപ്പമായോ എന്നും പറഞ്ഞിങ്ങനെ മധുശ്രീയാണെങ്കിൽ സംശയിച്ച് വന്നിട്ട് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ ശാലിനി ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. നീ ഒന്ന് നിന്നേന്നും പറഞ്ഞിങ്ങനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ നീ ആയിരുന്നല്ലേ ഇതിൻ്റെ പിന്നിലെന്ന് ചോദിക്കുകയാണ്. അന്നേരം മധുശ്രീ പറയുകയാണ്, അതെ ഞാൻ തന്നെ ആയിരുന്നു. ഇപ്പോൾ നിനക്കെല്ലാം മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇൻ്റർപോൾ വരുമോ, CBI വരുമോ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട്? ലെബനനിലെ സ്ഫോടനത്തെക്കുറിച്ചല്ലേ നീ ചോദിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുകയാണ്. എന്തായാലും അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചോദിച്ചതെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം, പിന്നെ എന്തിനാ ഈ തമാശ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഒരു കളക്ടർ റോഡിലേക്ക് നേരിട്ടിറങ്ങി അന്വേഷിക്കണമെങ്കിൽ കേസ് വേറെ ലെവലായിരിക്കുമെന്നറിയാം, എന്തായാലും ഒരു ഷേക്ക് ഹാൻഡ് തന്നേര എന്ന് പറഞ്ഞിങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ അങ്ങ് ചിരിച്ചു തള്ളുകയാണ്. ശാലിനി ചിരിച്ചു തള്ളുന്നുണ്ട്. തുടർന്ന് വീണ്ടും മധുശ്രീ അങ്ങ് പറയുന്നുണ്ട്, പിന്നെ നീ ചോദിച്ചത് ഞാൻ നേരത്തെ സംസാരിച്ച ആ പെൺകുട്ടിയെക്കുറിച്ചാണെങ്കിൽ അവൾ എന്നോടൊരു അഡ്രസ്സ് ചോദിച്ചു, എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവളുടെ പേര് പോലും എനിക്കറിയില്ല എന്നിങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ ശാലിനിയുടെ മുഖത്ത് നോക്കാതെ മധുശ്രീ പറഞ്ഞൊപ്പിക്കുകയാണ്. അന്നേരം അപ്പോൾ പൊയ്ക്കോ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം നിനക്ക് എന്നോട് ഒന്നും ചോദിക്കാനില്ലേ, നിനക്ക് സംശയമൊന്നും ഇല്ലേ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ IASൻ്റെ ട്രെയിനിങ്ങിനൊക്കെ വന്നെങ്കിലും ക്രിമിനോളജിയെ പറ്റി നിനക്കത്ര വലിയ പിടിയൊന്നുമില്ല. ഏത് സമർത്ഥനായ കുറ്റവാളിയാണെങ്കിലും താൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അതിസമർത്ഥമായിട്ട് ഒന്നുകൂടി മറച്ചിട്ട് അവസാനം കേൾക്കുന്നവർക്ക് സംശയമില്ലെന്ന് ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തും. അത് തന്നെയാണ് നീ ഇപ്പോൾ ചെയ്തത്. അങ്ങ് ലെബനൻ വരെ പോയ നീ പിന്നെ ഈ കണ്ട പെൺകുട്ടിയെക്കുറിച്ച് എന്നോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ നോക്കിയോളാം, നീ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം മധുശ്രീക്കും കാര്യം മനസ്സിലാവുകയാണ്. ശാലിനിക്ക് ആ കള്ളത്തരങ്ങൾ മനസ്സിലായി എന്നുള്ളത്, മധുശ്രീക്കും കാർത്തിക്കും തമ്മിൽ എന്ത് ഇടപാട് ഉണ്ട് എന്നുള്ളത് ശാലിനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് മധുശ്രീക്ക് അവിടെ വ്യക്തമാവുകയാണ്. അന്നേരം ആകെ ചമ്മിയ മധുശ്രീ ആണെങ്കിൽ അത് ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട എന്നിങ്ങനെ കൈയെടുത്ത് കാണിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി, നീ പൊയ്ക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി മധുശ്രീ ആണെങ്കിൽ കാറെടുത്ത് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്, നീ ഇതിനപ്പുറം ഒന്നും പറയില്ല മധുശ്രീ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കാർത്തികയുടെ ഇതിൽ കഥയിൽ നിനക്ക് എന്തോ ഒരു റോളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അത് ഞാൻ എന്തായാലും കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം കുഞ്ഞച്ചിയുടെ കോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാർത്തിക ആരെ കാണാനാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ മധുശ്രീ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മധുശ്രീയെ കാണാനോ? അപ്പോൾ കാർത്തികയ്ക്ക് പിന്നിൽ മധുശ്രീയാണോ? എന്താ അവളുടെ ഉദ്ദേശം? വിഷ്ണുട്ടൻ എന്തോ പറഞ്ഞ് അവൾ മയക്കിയെടുത്ത് തന്നെയാണ്, അവൾക്ക് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്, നമുക്കത് കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതങ്ങോട്ട് ഉറപ്പിക്കാറായിട്ടില്ല. പിന്നീട് ഈ വിഷ്ണുട്ടൻ്റെയും കാർത്തികയുടെയും വിവാഹം എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിക്കുകയാണ് ശ്യാമയോട്. അന്നേരം ശ്യാമ ഓർക്കുന്നുണ്ട്, അന്നവരാ വന്ന ശേഷം ഉമ്മാർത്തിരുന്ന് സംസാരിച്ചത് സത്യഭാമ ചോദിച്ചപ്പോൾ പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന്. അന്നേരം അത് ശ്യാമ ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞേച്ചിക്ക് സംശയം ഉണ്ടല്ലേ അവർ തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന്, അത് നമുക്ക് കണ്ടുപിടിക്കണം, കുഞ്ഞേച്ചി അത് അന്വേഷിച്ചിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞ് ഇരുവരും ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഈ പറഞ്ഞ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മഹാദേവ വിഷ്ണുട്ടൻ്റെയും കാർത്തികയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ ശേഷം തിരുമേനി വരികയാണ്. അന്നേരം തിരുമേനിയെ വിളിക്കുമ്പോൾ കളക്ടർ മേഡം അല്ലേ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, എന്തോ കാര്യം അറിയാനുണ്ടെന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാമെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് അവർ വേറൊരു സൈഡിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഒഴിവുള്ള സമയമാണ്, എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ കഴിഞ്ഞ നവംബർ 9 ഇവിടെ നടന്ന വിവാഹങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് പറയുമ്പോൾ നവംബർ 9 ഇവിടെ വിവാഹമൊന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. അതിന് തിരുമേനിക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവ് ഉള്ളതാണോ, ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ പ്രായത്തിൽ ഓർമ്മ നല്ല കൃത്യമാണ്. നവംബർ 9 എന്ന് പറയുമ്പോൾ തുലാമാസത്തിലെ തിരുവോണമാണ്. അന്ന് പത്മനാഭൻ്റെ അൽപ്പശിയായിരുന്നു. ഇവിടെ കുറച്ച് ശനിദോഷ പരിഹാരങ്ങളല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല എന്നിങ്ങനെ കൃത്യമായിട്ട് തിരുമേനിയോടെ തറപ്പിച്ച് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. തുടർന്നുള്ള എപ്പിസോഡിലാണ് നേരത്തെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ ശാലിനിയാണെങ്കിൽ അന്നത്തെ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. അപ്പോൾ അവിടെ വിവാഹം നടന്നിട്ടില്ല എന്നുള്ളത് ശാലിനി അവിടെ ഉറപ്പിക്കും. അന്നേരം കൂടുതൽ വ്യക്തമാവുകയാണ് ശാലിനിക്ക് അവിടെ കാര്യങ്ങൾ. ഇനി കാർത്തികയുടെ ഉദ്ദേശം കണ്ടെത്താനുള്ള ശ്രമമാണ് ശാലിനിക്ക് അവിടെ. ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.